അതിന് ഞാൻ മദ്യം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റർ ഒന്ന് നോട്ടോട്ട് വെച്ചേക്കണേ. ഈ പോസ്റ്റർ കാന്താരി ചിക്കൻസ്, ഇതൊരു ബാറാണ്. എല്ലാവർക്കും അറിയാമോ കാന്താരി ചിക്കൻ എന്താണെന്നൊക്കെ? ഇപ്പം ചെമ്പരത്തി എന്നും പറഞ്ഞു പറയണം ഈ രേണുസുതി അടുത്ത സമയത്ത് ഉദ്ഘാടനം ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ മാനേജർ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ ഒരു ബാറും തുടങ്ങിയത്. അല്ല, ആദ്യം ഇതാ തുടങ്ങിയത്, പിന്നീടാണ് ചെമ്പരത്തി വന്നത്. ഇവരെല്ലാം കണക്ഷൻസ് ഒക്കെ ഉള്ള കേട്ടോ. ഇവിടെ ചേച്ചി ഉദ്ഘാടനത്തിന് പോയി ചേച്ചി അടിച്ചു പൊളിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ മിസ്സായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കിട്ടിയതായിരുന്നു, നമ്മൾ ഉടനെ അത് തപ്പിയെടുത്ത് തരാം. ഈ ചേച്ചിയുടെ എന്താ പറയണ്ടേ, എന്തോ ധർമ്മം എന്നൊക്കെ കിടന്ന് ബിഗ് ബോസിൽ കിടന്ന് എഴുന്നള്ളിയല്ല സംസാരിച്ചായിരുന്നു. കുറേ എല്ലാ കാര്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകുന്നൊരു വ്യക്തി. എന്താ പറയണ്ടേ, നാട്ടുകാരുടെ മുമ്പിൽ നന്മമരം കളിക്കാന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു സാധനം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. ഓക്കെ, മ്യൂസിക് ഒന്ന് കുറച്ചിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പോൾ ഈ പരിപാടിക്കൊക്കെ വന്ന് അടിച്ച് പൊളിച്ച് നല്ല ചേച്ചി ഭയങ്കര പുണ്യാളത്തെയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഇന്നലത്തെ ആ വിവാദമായ ഇൻ്റർവ്യൂ ഫുൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിച്ച് പോവാം. ഓക്കെ, അപ്പം കാന്താരി കിച്ചൺ, എൻ്റെ പൊന്ന് ചേച്ചിയെ നമിച്ചിരിക്കുന്നു. എന്തായാലും ഇന്നും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ജസ്റ്റിസ് ഫോർ അൻസുബ എന്ന് കമൻറ്റ് ഇടുക. യക്ഷിപ്രിയെ വെറുക്കുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കുക. കാരണം യക്ഷിപ്രിയ എന്തായാലും ഞങ്ങളൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്. എന്തായാലും യക്ഷി ചേച്ചി തന്നെ ഒന്ന് കാണട്ടെ. ചേച്ചി വെറുക്കുന്നവരുടെ ലൈക്കിൻ്റെ എണ്ണം ചേച്ചി കണ്ടോണം. ഓക്കെ, ഇപ്പോൾ ചേച്ചി നോക്കിക്കൂ. ഓക്കെ, പിന്നെ ഹൈപ്പ് കൊടുക്കാതെ ഒരു ഹൈപ്പും കൂടെ കൊടുത്തു. എൻ്റെ പൊന്നോ, ലൈക്ക് അടിക്കുമ്പോഴേ ഹൈപ്പ് വരത്തുള്ളൂ. അത് നമ്മുടെ ചാനലിൻ്റെ ഗുണമായിരിക്കും. കുറച്ച് ആൾക്കാരെടുത്ത് ആ വീഡിയോ എത്തും. അപ്പോൾ നമുക്ക് യക്ഷിപ്രിയ സംബന്ധമായിട്ടുള്ള കാര്യത്തിലോട്ട് പോവാം. യക്ഷി യക്ഷി അത് സ്ഥാനമേൽക്കും. പക്ഷേ അത് കാലാവധി പൂർത്തിയാകാതെ തന്നെ അത് പിന്നീട് വന്നിരിക്കുമെന്ന വലിയ ദുഃഖകരമായ അവസ്ഥയിലാണ് ഇത്. ഒട്ടും ദുഃഖമില്ല, ഒട്ടും ഒരു ശകലം പോലും ദുഃഖമില്ല. കാരണം അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് 18 വർഷമായിട്ട് അമ്മയുടെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കമ്മിറ്റിയിൽ ഇരുന്നിട്ടില്ല. ഒന്ന് കൈവെക്കുമെന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഇല്ലാതെ കൈവെക്കുമെന്ന് പറയുമ്പോൾ പോലും ഞാൻ കൈവെക്കോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മമാരെ ഒന്ന് സേവിക്കാൻ ഒരു അവസരം വേണമെന്ന് ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമാരെ സേവിക്കാൻ വേണ്ടി ഉള്ളിൽ ആഗ്രഹിച്ചു പറ അമ്മ. എപ്പോഴെങ്കിലും അമ്മയുടെ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മമാരെ കെയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ ചേച്ചി, എന്തായാലും അമ്മയെന്ന് ചേച്ചി പുറത്തായ സ്ഥിതിക്ക് ഇനിയും ഉണ്ട് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചേച്ചി അല്ലാതെയും ചെയ്ത് അല്ലേ? ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്നിട്ട് അമ്മമാരെ സേവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഉപദേശിച്ചു തരാം, ഒരു അനിയനെ കുട്ടനെ പോലെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ഹേമ കമ്മീഷന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ലാലേട്ടൻ രാജിവെക്കുന്നു. അസാധാരണ പൊതുയോഗം വരുന്നു. പിന്നെ ഒരു മത്സരം വീണ്ടും അഡ്വോ കമ്മിറ്റി ആവുന്നു, മത്സരം വരുന്നു. ഇപ്പോഴുള്ള അതേ ഒരു അനിശ്ചിതാവസ്ഥ അന്നും ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയം ആക്ച്വലി അന്നായിരുന്നു, ഇന്നല്ല. അപ്പോൾ സ്ത്രീകളുടെ ഇപ്പോഴാണ് ചേച്ചി ശരിക്കും വിഷയം വരുന്നത്. കാരണം കളികൾ വലിയ കളികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ്, അംബാനി ഗ്രൂപ്പ്, അംബാനി ഒന്നുമില്ല കേട്ടോ, അദാനി ഗ്രൂപ്പിൽ നിന്നൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. 15 ലക്ഷം വരുന്നതാണ് ചേച്ചി പറഞ്ഞത്. 15 കോടികളാണോ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഓരോന്നായിട്ട് ഘട്ടമായിട്ട് തന്നെ എന്തിന് ബാബുരാജ് അമ്മ മീറ്റിങ്ങിനകത്ത് ഈ പറയുന്നത് BJPയുടെ കാര്യം സംസാരിച്ച് നമ്മളൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് ഇതൊക്കെ പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ബാബുരാജ് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നമ്മളെ ഒന്ന് വിശ്വസിക്കുക. ഈ ഒരു കാര്യത്തിന് എഫേർട്ട് എടുത്ത് ഒരേ ഒരു യൂട്യൂബർ, ഒന്നല്ല 2 യൂട്യൂബേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് അതുൽ വ്ളോഗ്സ്, പിന്നെ യൂഷ്വൽ സൈക്കോ. ഈ 2 വ്യക്തികളും ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഓക്കെ, അവരുടെ വീഡിയോസുകൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്ത് വെച്ചേക്കുക. കാരണം ഒരുപാട് ഗുണങ്ങളായിരിക്കും. കാരണം ഈ പെണ്ണിന് നീതിയെക്കുറിച്ച് സംസാരിക്കാൻ മെയിനായിട്ട് നമ്മൾ 3-4 പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഓരോ കോണ്ടന്റ് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാത്രം ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നുണ്ട്. അത് സത്യം അറിയാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കണ്ടന്റ് ആയിട്ട് പോകുമായിരുന്നു. ഈ കുട്ടിയുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ 2 ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തു, പിന്നെ എൻ്റെയും കൂടെ ഒന്ന് ചെയ്തേച്ചേ. ഓക്കെ, പ്രകാരമാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. മത്സരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നോമിനേഷൻസ് കൊടുക്കും. അങ്ങനെ വൈസ് പ്രസിഡന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു മത്സരം വരട്ടെ, വൈസ് പ്രസിഡന്റ് പിന്നെ ഇതിൽ ഒരു മത്സരം വരട്ടെ എന്നൊരു മുതിർന്ന നടൻ പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പിൻവലിക്കാനായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിൽക്കാം, വൈസ് പ്രസിഡന്റ് സ്ഥാനം പിൻവലിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അദ്ദേഹം ഒരു മത്സരം വരട്ടെ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിച്ചത്. അതിന്റെ നവ്യ നായർ പിന്മാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മത്സരിക്കേണ്ടി വന്നതാണ്. അപ്പോഴും എനിക്കറിയാം, എന്നെ പോലെ ഒരു 2ാം നിര നടി അല്ലെങ്കിൽ ഒരു 3ാം നിര നടി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക്, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ അത് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് മറ്റു പലർക്കും ഉണ്ടാവുമെന്നും അത് കാരണം എനിക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അയ്യോ, എൻ്റെ കുഞ്ഞുവാവയ്ക്ക് ഇത് എന്ത് പറ്റി? കുഞ്ഞുവാവയുടെ സംസാരമൊക്കെ കേട്ടില്ലേ? പിന്നെ നിങ്ങളെപ്പോൾ ഒരു നടി കേൾക്കട്ടെ.
പറയുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ നോമിനേഷൻ പിൻവലിച്ചേനെ. അമ്മ പിരിച്ചുവിട്ടത് എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ അതിന് മുന്നേ തന്നെ രാജിവെക്കാനായിട്ട് തയ്യാറായിരുന്നു. അമ്മയെ അംഗത്വം രാജിവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലായിരുന്നെങ്കിൽ ഈ ഒരു 45 ദിവസം കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്വേത ചേച്ചി 7 മണിക്കൂർ നിന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അടുത്ത മാസം 14-ാം തീയതി, ജൂലൈ മാസം 14-ാം തീയതി അമ്മയുടെ അക്കൗണ്ടിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഒരു 15 ലക്ഷം രൂപ ചാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു അമ്മയിലേക്ക്. അത് അദാനി ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എവിടെ നിന്നാണ് കളികളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമ്മുടെ യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന യൂട്യൂബർ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു. ആ ചേട്ടൻ ഇതിനെക്കുറിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ചേച്ചി ഇതിൻ്റെ സത്യാവസ്ഥ തന്നെ വിളിച്ച് പറയുന്നത്. അദാനി ഗ്രൂപ്പ് എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ എല്ലാവർക്കും മനസ്സിലാകാം. നല്ല ഹൈ ലെവൽ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ, ഞാൻ അതിലോട്ടൊന്നും വരുന്നില്ല. അവിടെ നിന്ന് 15 ലക്ഷമാണെന്ന് ചേച്ചി പറയുന്നത്. പക്ഷെ 15 ലക്ഷമാണോ ചേച്ചി പറ, 15 ലക്ഷമാണ് അദാനി പോലുള്ളൊരു ഗ്രൂപ്പ്. എന്തിന് ഒരു അമ്പലക്കാർ 75 ലക്ഷം കൊടുത്തെന്ന് പറയുന്നു. അദാനി ഗ്രൂപ്പിന് ഞാൻ ചോദിക്കട്ടെ, ഈ അദാനി ഗ്രൂപ്പായിട്ടൊക്കെ എങ്ങനെ കണക്ഷൻ ഒന്ന് പറഞ്ഞു തരാമോ? ബാബുരാജ് എണ്ണിച്ചിട്ട് അമ്മ സംഘടനയിലെ വിഷയത്തിലാണ് ഈ പറയുന്ന BJPയെ കുറേ BJPയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നടന്മാരെയൊക്കെ ഈ കാൻഡിഡേറ്റായിട്ട് നിർത്താൻ വേണ്ടിയുള്ള കുറേ പ്ലാനിങ് ഒക്കെ നടന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ അമിത്ഷായുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന ശ്വേതാ മെമ്മിൻ്റെ ഹസ്ബൻഡും ഇവരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞപ്പോൾ പുച്ഛം ആ വഴിയാണ്. മനസ്സിലായോ റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. റൂട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇനിയും കൂടെ മനസ്സിലാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയയ്ക്ക് ഇലക്ഷൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വോട്ട് ലിസ്റ്റ് പേര് പോലും ഇല്ല. വീണ നായർക്ക് വന്നിട്ടുണ്ടായിരിക്കും, അവർക്കും പേരില്ല. അങ്ങനെയൊക്കെ റിജക്റ്റായി പോയതാണ്. പറയുമ്പോൾ മക്കളെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, വിളിച്ച് പറഞ്ഞാൽ കൂടിപ്പോകും. ഇപ്പോൾ ഈ 15 ലക്ഷത്തിൻ്റെ കണക്ക് ഈ ചേച്ചി പറയുന്നത് 15 അല്ല ഗൈസ്, 15 അല്ല. ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നതിന് ശേഷം ആദ്യം ഏറി പോകുന്നത് ഈ പറയുന്ന ലക്ഷ്മി ആയിരിക്കും. അത് പോകുന്നത് ശ്വേതയുടെ കയ്യിൽ നിന്ന് തന്നെ ആയിരിക്കും. എന്തിനാണ് നീ വിവരക്കേടൊക്കെ വിളിച്ച് പറയാൻ പോയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ തെറിയിട്ടോണ്ടിരിക്കുമായിരിക്കും. അതുമായിരുന്നെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡന്റ് വർഷങ്ങളോളം ഇന്നസെന്റ് അങ്കിൾ പ്രസിഡന്റ് ആയിരുന്ന പോലെ ശ്വേതാ മേനോൻ ആ സ്ഥാനത്ത് തുടരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിക്ക് വേറെ മാടമ്പിമാർക്കൊന്നും അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ഇതൊരു വലിയ സംഖ്യയാണല്ലോ, ഒരു ഷോ നടത്തിയിട്ട് കിട്ടുന്ന ഒന്നുമല്ല. ശ്വേതാ മേനോൻ എന്ന വ്യക്തിയുടെ കോൺടാക്റ്റിൽ കിട്ടുന്ന എമൗണ്ട് ആണ്. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടുന്നതാ. സത്യം ഇപ്പം മനസ്സിലായി കാണുമോ ഗൈസ്? സത്യം ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കോണ്ടാക്റ്റ്. എങ്ങനെ കോണ്ടാക്റ്റ് ആദ്യം ഇരുന്ന് ചിന്തിക്കാൻ നോക്കുക. നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞാനൊരു കാര്യം പറയാം, നമ്മൾ കാണുന്ന ഒന്നുമല്ല ഈ ലോകം. ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് കളികൾ നടപ്പുണ്ട്. അതിനിടയ്ക്ക് ജാതി മതത്തിൻ്റെയൊക്കെ പേരും പറഞ്ഞ് വർഗീയത അതൊക്കെ നിരത്തി അങ്ങ് ആൻസിബയെ കുറിച്ച് മുസ്ലിമായി പോയില്ലേ. ഇവിടെ കേരളത്തിൽ അങ്ങനെ കുറേ ഇതുണ്ട്, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദു മുസ്ലിമിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. ആ കൂട്ടത്തിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശ്വേതയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്താണ് പ്രിയ ചേച്ചിയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കഷ്ടം തന്നെ. ശ്വേത ചേച്ചിയുടെ കോണ്ടാക്ട് ഏത് രീതിയിലെ കോണ്ടാക്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിയെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരിക ഗൈസ്. കോൺട്രാക്റ്റിൽ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പൊ അത് പിന്നെ ആർക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ടതാണ്. അത് സിദ്ദിഖ, ഇടവേള ബാബു, പിന്നെ അതുപോലെ ബാബുരാജ്, ഇവരുടെ നേതൃത്വത്തിൽ അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബാബുരാജ് ചേട്ടനാണ് 2ാമത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ആണല്ലോ നമ്മൾ വരുമ്പോൾ ഉൾപ്പെടുന്ന രജിസ്റ്റർ. ആ രജിസ്റ്റർ കണക്കായിപ്പോയി. പിന്നെ ഈ പറയുന്ന ബാബുരാജും പിന്നെ ഇടവേള ബാബു ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. അത് അമ്മയിൽ തന്നെ ഒതുങ്ങി പോകുമായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ പറയും അപ്പോൾ ദിലീപിൻ്റെ മറ്റേ കേസ് കേട്ടോ കാര്യങ്ങളൊക്കെയോ. അത് വലിയൊരു കേസ്, അത് പുറത്തെ കേസ്. അല്ലാതെ അകത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പാക്കി പോകും. ഇത് കൊണ്ടുപോയി ഇത് സത്യത്തിൽ എന്താണ് 5 പേർ കണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചതിന് അതിലെ ഫോട്ടോയുടെ കാര്യങ്ങൾ കണ്ട് ചോദിക്കാൻ കണ്ട് ചെയ്ത് അതിനുകൊണ്ട് കേസ് കൊടുത്ത് അത് പിന്നെ സോഷ്യൽ മീഡിയ മൊത്തമായി ആകെപ്പാടെ ഇതായി. എല്ലാത്തിനും ഇവരുടെ എടുത്തുചാട്ടത്തിൻ്റെ ഫലമാണ് ഇപ്പം 3G ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലിപ്പ്. ആവശ്യമില്ല. കാരണം ഇപ്പോൾ എന്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എന്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ കൂടെ 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. ആയിക്കോട്ടെ, എടുത്തോ. ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി വന്നൊരു ഡൗട്ട് അറിയില്ല. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ അത് എന്റെ ശബ്ദത്തിന് വെച്ചിട്ട് നിങ്ങൾ എന്നെ വ്യാഖ്യാനിക്കുന്ന ഒരു റിക്വസ്റ്റും കൂടിയുണ്ട്. അപ്പൊ ഇതിലേക്ക് വന്നാൽ
ഈ കുട്ടി പിന്നെ രാവിലെ 11 മണിക്ക് എത്താനായിട്ട് പറയുന്നു. ഈ കുട്ടി 10 ആയപ്പോഴത്തേക്ക് അവിടെ വരുന്നു. ഞാൻ പക്ഷേ 11:20 ചെന്നത്. ഞാൻ മോളെ ഡോക്ടറെ കാണിച്ചോണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ല, അതിന് ഇടയ്ക്കൊന്നും തന്നെ 11:20 പനിയായിരുന്നു കുഞ്ഞിന്. ഞങ്ങൾ 11:20 എത്തിയപ്പോൾ അഞ്ചിമയുടെ കൂടെ മിഥിലാജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും വേറൊരു എനിക്ക് അറിയാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ SI വേറൊരു പരാതി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു മാനസിക ദൗർബല്യമുള്ള ഒരു കൊച്ചിന്റെ പരാതി കേൾക്കാൻ അതിന്റെ പേരൻസും ഉണ്ട്. അപ്പൊ അതിനെ അങ്ങനെ അവിടെ നിർത്താനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. അപ്പൊ റൈറ്ററുടെ അടുത്തായിട്ട് ഒരു പഴയ കസേര ഉണ്ടായിരുന്നു, അവിടെ ഞാനിരുന്നു. ഈ കൊച്ച് താഴെ എല്ലാവർക്കും ഉള്ള കസേരയിൽ ആ കുഞ്ഞ് അവിടെ ഇരുന്നു, മനസ്സിൽ അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് കാണാൻ ഇവർ വർത്താനം പറയുന്നത് ചിരിക്കുന്നതും മിണ്ടുന്നതും എനിക്ക് കാണാം. ഞാൻ ഇവിടെ അകത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം അത് ഞാൻ ഇരിക്കാൻ കാരണം കുഞ്ഞകത്തോട്ട് കയറിയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നു. ഒരു 20 മിനിറ്റോളം സംസാരിച്ചു SI. അതിൽ തന്നെ SIക്ക് മനസ്സിലായി ഈ കുട്ടി പറയുന്നതൊക്കെ കള്ളമാണെന്ന് മനസ്സിലായി. ഈ കുട്ടി ലാസ്റ്റ് അങ്ങനെ ഒരു ആർജി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ആർജിയുടെ പേര് പറയുന്നില്ല, എവിടെയാണ് ഈ ഫോട്ടോ എടുത്തത് അതിനെ കുറിച്ച് പറയാനില്ല, ഏത് ഫോട്ടോ ആണ് കണ്ടെന്ന് ഒന്നും പറയാനില്ല. ലാസ്റ്റ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വീഡിയോ, അതിനെ കുറിച്ചാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനും വേറൊരു ആർട്ടിസ്റ്റ് കൂടി പോയെന്ന് പറഞ്ഞല്ലോ, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഇപ്പൊ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര അപമാനിച്ചുകൊണ്ട് ഞാൻ ഏതോ ബാറിന്റെ ഉദ്ഘാടനത്തിന് ഒന്നും അല്ല പോയത്. ബാറിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വ്യക്തിയുമല്ല ഞാൻ. ആ കാശ് എനിക്കൊണ്ട് വേണ്ട. എന്റെ കസിൻ സിസ്റ്റർ, എന്റെ ആ കാശൊന്നും എനിക്ക് വേണ്ടാന്ന് ചേച്ചി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടെ നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്ലോയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ബാറിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ. എൻ്റെ പൊന്നോ, നിങ്ങൾ നോക്ക്, ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. അതിൻ്റെ പുറവശത്ത് ബാറാണത്. കാന്താരി. ഓക്കെ, റാസൽ കൈമ പോയതാണ്. വേറെ ഇതാണ് ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ബാറിൻ്റെ ഉദ്ഘാടനത്തിന് പോയുള്ള പൈസ എനിക്ക് വേണ്ടെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നെ ചേച്ചി കുറച്ചും കൂടെ ലോജിക്കുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. നമുക്കറിയാം. ഇതാണ്ട ആ നമ്മുടെ മറ്റേ ഡാൻസർ ഉണ്ടല്ലോ, അവരുടെ പേര് ഉഷാവത്തുപ്പല്ലോ, അവരുടെ പേര് മറന്നുപോയല്ലോ, കലാമാസ്റ്റർ. കലാമാസ്റ്ററിൻ്റെ അവിടെ ഒന്ന് സൂം ചെയ്യട്ടെ. കലാമാസ്റ്റർ കുപ്പിയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? ചിലപ്പം ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ കുപ്പിയൊക്കെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും, ഷോയ്ക്ക് വെക്കുന്നതായിരിക്കും. സോറി ചേച്ചി, ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് കേട്ടോ. ഷോയ്ക്ക് വെച്ചാണ് കേട്ടോ. ചേച്ചി ബാറിലൊന്നും പോയിട്ടില്ല ഗൈസ്, ചേച്ചിയൊന്നും ബാറിലൊന്നും പോയിട്ടില്ല. എൻ്റെ ചേച്ചി, പൈസ ഒന്നും എനിക്ക് വേണ്ട. ആർക്കും പറ്റിയിട്ടില്ല. ഈ നിമിഷം വരെ ഇത്രയും അലിഗേഷൻസ് പറയുന്നത് കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ വീഡിയോ ആവശ്യമില്ല ചേട്ടാ. അപ്പൊ ചേച്ചിക്ക് ഇതൊന്നും വേണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തൊരു സാധനം കൂടെ വെച്ച് തരാം. എന്തായാലും ചേച്ചി നമിച്ചിരിക്കുന്നു. അവിടെ പോയി നിന്ന് ചൊല്ലി, ഇതല്ലാതെ ഞാൻ മദ്യപിക്കുകയോ, ഞാൻ ബോധം കെടുകയോ, ഞാൻ ഡാൻസ് ചെയ്യുകയോ, ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ അവർ കാണിക്കട്ടെ. യൂട്യൂബേഴ്സിനാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. ആ വീഡിയോ ആണ് നൈസായിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യിച്ച്. നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടിയതാ. വേണ്ടേ, ആ വീഡിയോയുടെ ലിങ്ക് കിട്ടിയതാണ്. ഇതാണ് ആ സംഭവം. അത് ചാറ്റൊന്നും ഞാൻ കാണിക്കുന്നില്ല. ആ സാധനത്ത് എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ഇപ്പോഴും റിമൂവ് ആയിട്ടുണ്ട്. അന്ന് നമ്മുടെ സുഹൃത്ത് അത് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചില്ലായിരുന്നു. പക്ഷെ അത് വേറെ രീതി കിട്ടും. അതിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. അത് ഉടനെ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇച്ചിരി പെരുക്കിയാണ് പറയുന്നത്. എനിക്ക് കുറച്ച് പെയിൻ ഉണ്ട് ഇവിടെ, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്നും ആർക്കും അറിയണ്ട. ഒരു നാണയത്തിനായി 2 വശമില്ല ചേട്ടാ, ഇത് ഞങ്ങളെ കേൾക്കണ്ട. അപ്പോൾ ശ്വേത ചേച്ചി ആ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ശ്വേത ചേച്ചി സംസാരിച്ചു അവസാനം ബാബുരാജ് സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നത് BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നിങ്ങൾ അമിത്ഷായുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടില്ലേ, തെളിവടക്കമുണ്ട് എന്ന് പുള്ളി പറയാണ്. അപ്പൊ ഞങ്ങൾ എന്ന് വീണ്ടും ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ആരോപണമാണ്, നിങ്ങൾ തെളിയിക്കുക, അല്ലാതെ നിങ്ങൾ തെളിയിക്കുക. ഒരു സ്ത്രീയാണ്, അവർ പതറിപ്പോയില്ലേ ചേട്ടാ? 7 മണിക്കൂർ നിന്ന് പിന്നെ പതറിപ്പോവും, ഉറപ്പായിട്ടും പതറിപ്പോവും. ഞാൻ പറയട്ടെ, ഈ അമ്മ സംഘടനയിലെ വിഷയം നടന്ന സമയത്താണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രശ്നം വന്നപ്പോൾ ശ്വേതമേനോൻ അത് തിരിച്ച് വളച്ചൊടിച്ച് മാറ്റി വിട്ടായിരുന്നു. ഇല്ല, കുക്കുവിൻ്റെ വിഷയമാണെങ്കിലും അവിടുത്തെ ഒരു ജോലിക്കാരെയും സെക്യൂരിറ്റിയുടെയും ആ ഒരു വിഷയം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. നൈസായിട്ട് അവരുടെ തലയിട്ടിട്ട് ശ്വേത അങ്ങ് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ഇവിടെ ശ്വേതാ മേനോനല്ല കൊടുക്കുന്നത്, ശ്വേതാ മേനോൻ്റെ ഹസ്ബൻഡാണ്. ഇതൊന്നും ഇവിടെ ആർക്കും അറിയത്തില്ല. അമ്പല കേസുമായിട്ടുള്ള കണക്ഷൻസും അങ്ങ് മുന്തിയ ടീമുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. യൂട്യൂബേഴ്സൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് വിവരക്കേടാണ്, അങ്ങനെയാണെന്നൊക്കെ തെളിയിക്കുന്നൊക്കെ പറയുന്നില്ലേ. ഞങ്ങൾ തെളിയിച്ചു തരാം. ഈ കുറച്ചും കൂടെ സാധനം കൂടെ ഉണ്ട്, വഴിയെ തെളിയിച്ചു തരാം. അപ്പോൾ ഉറപ്പാണ്, ഒരു കാര്യം പറയാലോ, ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും, ഉറപ്പായിട്ടും. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ കാണാം. ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീയാണ്. ആ നിമിഷം നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ടല്ലോ. എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല, പക്ഷെ അഞ്ജലി മത്സരിച്ചു. ഞങ്ങൾ ഭരണസമിതിയുടെ 2 പേര് പറഞ്ഞു 2020 കാൻഡിഡേറ്റ്സ് ആണെങ്കിലും പറഞ്ഞു NDA ആണല്ലോ. അപ്പം ഞങ്ങൾ കാശ് മേടിച്ചു. ഇവര് കാശ് മേടിച്ചിട്ട് ഞങ്ങളെയൊക്കെ ഒരു വേറെ ലെവലാണ് പുള്ളി പറയുന്നത്. റെക്കോർഡുണ്ടല്ലോ, ഏത് കോടതിക്കും പരാതിയുള്ള ആർക്കും ഇതെടുത്ത് പരിശോധിക്കാലോ, അന്ന് ജനകോടിക്ക് വരാത്തവരെ കുറിച്ച് പരിശോധിക്കാലോ. അപ്പോൾ ആ പറച്ചിൽ ചേച്ചി തകർന്ന് തരിപ്പണമായി പോയി. ഒരിക്കലും ഒരാളിൽ നിന്ന്, ഒരു സഹപ്രവർത്തകരിൽ നിന്ന് അവരെ സേവിക്കാൻ അവരുടെയൊക്കെ പേര് ചീത്തപ്പേരായപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അത് നെഞ്ചോട് ചേർത്ത്
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല, ചേച്ചി രാജിവെക്കുകയാണ്. ചേച്ചി പറഞ്ഞു ഞാൻ അമ്മയുടെ ഈ നിമിഷം മുതൽ ഞാൻ അമ്മയുടെ മെമ്പർ പോലും അല്ല, ഞാൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ്. വളരെ ഇമോഷണൽ ആയിട്ട് പുള്ളിക്കാരി കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചി കാര്യം ഞാൻ ആദ്യമായിട്ട് കാണും. നമ്മളെല്ലാം തകർന്നു പോയി പുള്ളിക്കാരി കാര്യം. ഒരു ആൺകുട്ടിയാണ്, ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവർ കാര്യമായിട്ട് പറഞ്ഞു അമ്മയുടെ മെമ്പർഷിപ്പ് പോലും ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ നിങ്ങളെ കോടതിയിൽ കണ്ടോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാണ് ചേച്ചി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി എല്ലാവരും കൂടെ അനുനയിപ്പിച്ച് ഒരു VIP റൂമുണ്ട്, നമ്മളെല്ലാവരും തീരുമാനം എടുക്കാൻ പറ്റും. ഞങ്ങൾ രഞ്ജി പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ ആ റൂമിലേക്ക് ആക്കി. ആ റൂമിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ശ്രീമതി അൻസിബ ഹസന്റെ പ്രസംഗം അവിടെ നടക്കുന്നത്. മനസ്സിലായോ? 15 മിനിറ്റ് ഒരു പ്രസംഗം ഉണ്ടാകുന്നത്, 15 മിനിറ്റ് ആണോ 20 മിനിറ്റ് അവർക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആ പോസിറ്റീവ് ഉച്ചക്കല്ലേ ചേച്ചി ഈ പറയുന്ന അൻസിബയ്ക്ക് കിട്ടിയത്, അതുവരെ അവിടെ ഇരിക്കുമല്ലായിരുന്നു. നിങ്ങളുടെ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി. എന്തുകൊണ്ട് നിങ്ങൾ ഈ അൻസിബയെ കേൾക്കാൻ കൂട്ടാക്കിയില്ല? പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ആ ഒരു വിഷയം നടന്നപ്പോൾ കഴിഞ്ഞൊരു 10-15 ദിവസം നിങ്ങൾ പട്ടി ഷോ ആയിരുന്നു എല്ലാവരും കൂടെ കാണിച്ചുകൊണ്ടിരുന്നത്. അൻസിബയ്ക്ക് അവസരം കൊടുത്തു, അവൾ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു. അവിടെ നിങ്ങളുടെയൊക്കെ കിളി പോയി. എന്തുകൊണ്ട് രാജിവെച്ചു? തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഞാൻ രാജിവെക്കത്തില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിളിച്ച് പറയണം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തേ? കൂട്ടത്തോടെ രാജിവെച്ചു. മണ്ടിപ്പെണ്ണേ, എന്ത് ചെയ്യാനാ? അവിടെ ഉണ്ടായിരുന്നവർ അവിശ്വാസം പ്രകടിപ്പിച്ചത് കണക്കില്ല, ക്ലിയർ പറഞ്ഞു. പക്ഷെ എന്നിട്ടും അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം. അതായത് ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് അവതരണത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പാടില്ല, ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അത് നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല, 2 വർഷവും കേൾക്കാൻ തയ്യാറാണ്. അപ്പോ ഞങ്ങൾക്ക് കണക്ക് എഴുതുന്നത് ഞങ്ങളാണോ കണക്കപ്പിള്ള? വൈസ് പ്രസിഡന്റ് ആയ ഞാനോ ജെയിൻ ജോർത്തലോ അല്ല, പ്രസിഡന്റ് ആയ ശ്വേതാ മേനോനല്ല, സെക്രട്ടറി ആയ കുക്കു പരമേശ്വരനും അല്ല കണക്ക് എഴുതുന്ന ആളാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഇതിനെ ക്രോഡീകരിക്കുന്ന ആൾ. ആ ആൾ ആദ്യം തന്നെ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് ഈ കണക്ക് തെറ്റാണ് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് അംഗീകരിക്കും? പറയിപ്പിച്ചതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് തോന്നിക്കാണും ഈ കമ്മിറ്റി പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തോടെ നിലനിൽക്കണമല്ലോ. അപ്പൊ മറ്റേ ആൾക്കാർ കൂടെ നിന്നാലേ പറ്റുള്ള ക്ലിയർ കട്ടായി ഞാൻ ചെന്ന് ചോദിച്ചല്ലോ. ഓഹോ, അപ്പൊ നിങ്ങള് പോവെന്ന് അയാൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അല്ലേ? പാവം, കൊള്ളാം ചേച്ചിയുടെ ഓരോരോ കളികളെ. എൻ്റെ ചേച്ചി തട്ട് നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം വന്നു, എനിക്ക് അത് ഓക്വേർഡായിട്ട് തന്നെ തോന്നി. ഞാൻ എന്നെ എന്ത് ഫോട്ടോയെ കുറിച്ച് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല. ഇല്ല, ഫോട്ടോയുടെ കാര്യങ്ങളാ ഇത്, നമ്മൾ കുറെ കേട്ടതാണ്. ഒന്നും കൂടെ വെച്ചാരല്ലേ മറ്റേ ഫോട്ടോ കേസ് ഇട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, മനസ്സിലായി എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോളെ ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല. അപ്പൊ എടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഹഗ്ഗിങ് മദറാണ്, മാതാ അമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ ഗുരുവാണ്. അപ്പൊ ഞാനൊരു മനുഷ്യന്റെ ഹസ്ബൻഡ് നിന്നാൽ ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നത് എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിൽ ഞാൻ തോളത്ത് കഴിച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിൽ എനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ സന്തോഷം ഞാൻ അവിടെ ഉമ്മ കൊടുക്കും, അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാതെ ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് ആദ്യം കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് ഇപ്പോഴും പോയി കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു എന്തായാലും ആ ഫോട്ടോ കാരണം ചേച്ചിക്ക് നല്ല ടെൻഷനും ഉണ്ടായി. ആ ഒരൊറ്റ ഒരു മെസ്സേജ് കാരണം ചേച്ചി കണ്ടേ ഇപ്പം ഇവിടം വരെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് കവിള് തുമ്മ കൊടുക്കും, ഹഗ് ചെയ്യും. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്കിനി ഉടനെ കൊണ്ടുവരാം. മെയിനായിട്ട് നിങ്ങൾ യൂഷ്വൽ സൈക്കോളജി ചാനൽ തന്നെ സബ് ചെയ്ത് വെച്ചു, നല്ല എക്സ്ക്ലൂസീവ് വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അറിയും കറക്റ്റായിട്ട്. പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും നമ്മളോട് പറയും. നമുക്ക് സത്യം പറഞ്ഞാൽ പുച്ഛം കേട്ടോ ഇവരോടൊക്കെ. ഇപ്പോൾ വന്നത് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എങ്ങനെ തോന്നുന്നു? ഈ നരകത്തിൽ പെട്ടുപോയ ഒരു പാവ ഒരു കൊച്ചാണ് അൻസിബ. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ.